ഇന്ന് ഞാനും വീണയും കൂടെ കേട്ടോ വീഡിയോക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഈ ഒരു ഐറ്റം വീണയെ കൊണ്ടാണ് ഇടിപ്പിച്ചെന്ന് വെച്ചാൽ ഞാൻ ഇട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി എല്ലാവർക്കും അറിയാം മോളെ, നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോളെയും കൂടെ ഇട്ട് കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ ഇതെങ്ങനെ ടീനേജ് പിള്ളേരും എങ്ങനെ വെയർ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ട്. ഇതൊരു കട്ട് വർക്കാണ്, ആപ്പിൾ കട്ട് എന്നാണ് ഇതിന് പറയുന്നത്. ഇതുപോലെ കട്ടിങ് ചെയ്തിട്ട് ഇമ്പോർട്ടഡ് മെറ്റീരിയലിനകത്താണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. മോളെ കംഫർട്ടബിൾ എങ്ങനെ ഉണ്ട് ഇടാൻ? അതെ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നമുക്ക് ഇപ്പോൾ കോളേജിലൊക്കെ കാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് തന്നെ. പുറത്തോട്ടൊക്കെ പോകാനാലും ഇത് എടുത്തിട്ടുണ്ട് ഓടാം നമുക്ക്. ചിലതൊക്കെ നമുക്ക് ഒരു ടൈറ്റ് ഫീൽ ഒക്കെ ചില മെറ്റീരിയൽ നമുക്ക് കൊണ്ടുവരുന്ന ഒരു ഫീൽ ആണ്. നമുക്ക് ടൈറ്റ് ആയിട്ടൊക്കെ ഉള്ളത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് കാണുമ്പോൾ അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ്. ഇത് കണ്ടാലും നല്ലൊരു ലുക്ക് ഉണ്ട് അല്ലേ ഡോളി ചേച്ചി? വീണ ഇട്ടപ്പോ ഒരു പ്രത്യേക ലുക്ക് വരുന്നില്ലേ? അപ്പൊ എനിക്ക് ഇത്തിരി വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് വണ്ണമില്ല, മെലിഞ്ഞിയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഒരു ഇത് വരും കേട്ടോ. എനിക്ക് ഇട്ടപ്പം വേറെ ലുക്കിലായിരുന്നില്ല, ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിപ്പോ പുതിയത് വന്നത് നമുക്ക് വീണയെ കൊണ്ട് തന്നെ വെയർ ചെയ്ത് കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാം അടിപൊളി തന്നെയാണ്. എല്ലാവർക്കും ഇപ്പൊ എന്നെപ്പോലുള്ളവർക്കും ഞാൻ ഇട്ട് കാണിക്കണ്ടെന്ന് വിചാരിച്ചാൽ മോളെ, എനിക്ക് വയ്യ. അതുപോലെ ഇട്ടിട്ട് ഇവിടെ വേറെ ഹൗസ് അറിയാലോ, നീ ഇവിടെ വന്ന് കാണുന്നില്ല. അതിന് എൻ്റെ തിരക്കും കാര്യങ്ങളും പിന്നെ ഡ്രസ്സ് മാറുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് വീണ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾറെഡി. അപ്പം ഇതുപോലത്തെ ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സൈഡിലൂടെ പർച്ചേസ് ചെയ്യാം. അടിപൊളി ഐറ്റം കേട്ടോ, നല്ലതാണ്. തലയിൽ ഇടുന്നവർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, അതല്ല ഇങ്ങനത്തെ രീതിയിൽ വെയർ ചെയ്തവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം. സെക്കൻഡ് കളർ നമുക്ക് ഈ യെല്ലോ കാണിക്കാം. ഫസ്റ്റ് മോൾ ഇട്ടിരിക്കുന്ന കളറാണ് കേട്ടോ. സെക്കൻഡ് കളർ വരുന്നത് യെല്ലോ മണീന് പാൻറ് ഇങ്ങനെ നൂത്ത് കാണിക്കുക കണ്ടോ. ഈ യെല്ലോ വേണ്ടവർക്ക് യെല്ലോ ചൂസ് ചെയ്യാം. ഇതുണ്ട് ഇന്നർ നമുക്ക് സെപ്പറേറ്റ് മാറ്റാം. ഇനിയിപ്പോ ഈ മോള് ഈ ഇതില്ലാതെ ഇട്ടപ്പോഴും ഭംഗിയില്ല, സ്ലീവ്ലെസ് ആയിട്ട് ഇട്ടിട്ട് കുഴപ്പമില്ല. ഒടിങ്ങി ഇങ്ങനെ ഉണ്ടോ? സ്ലീവ്ലെസ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിലും ഭയങ്കര ലുക്കായിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വെയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും വെയർ ചെയ്യാം കണ്ടോ. അപ്പം ഇത് വേണ്ടവർക്ക് ഇത് ചൂസ് ചെയ്യാം. അടുത്ത കളർ കാണാം. അടുത്ത നല്ലൊരു ഗ്രേ ആട്ടോ. എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചം, എല്ലാം ഒരു ന്യൂഡ് ഷെയ്ഡി വരുന്ന കളർ, എല്ലാം സൂപ്പർ ആട്ടോ. മിസ്സാക്കാതിരിക്കുക. ഇമ്പോർട്ടഡ് ആണ് മെറ്റീരിയൽ. 1080 പ്രൈസ് ഉള്ളൂ. 1080 എന്തുകൊണ്ട് എല്ലാവർക്കും ലാഭമായിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് കാണാം. അടുത്തത് ഒരു ബ്ലൂ ആണ് കേട്ടോ. ഇവിടെ വീഡിയോക്ക് പിടിച്ചെത്തിട്ട് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുക അതിന്റെ ഇടയ്ക്ക്. അടുത്തൊരു ബ്ലൂ കളർ, ഒരു വെറൈറ്റി കളർ. ഈ കളർ നമുക്ക് അറിയാം എന്താ പറയാ. ഞങ്ങൾ ഇവിടെ കിടന്ന് കൺഫ്യൂഷൻ അടിക്കുമ്പോൾ ഓരോ കളർ നോക്കിയിട്ട് ഞങ്ങൾ ചാർട്ട് നോക്കും. കാരണം ഇതിന്റെ കളർ ഒന്നും ഈ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ അല്ലേ, ഇതിനൊക്കെ കളർ ഒരു വെറൈറ്റി കളർ. ഇത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു എന്ത് കളറാണ്. നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ അടിക്കും. അപ്പൊ ഇത് വേണ്ടവർക്ക് ഇതും ചൂസ് ചെയ്യാം. അടുത്തത് കാണാം. ഇത് കണ്ടോ മോളെ, ഇത് നമ്മുടെ ഇന്നറിനകത്ത് ഒരു ഡിഫറൻസ് ഉണ്ട് കണ്ടോ. അതെ അതെ, ഇത് കളറും ഭയങ്കര കോമ്പിനേഷൻ, അടിപൊളി കോമ്പിനേഷൻ. ഒരു വൈറ്റും മെറൂണും കൂടെ വന്നപ്പോഴത്തേക്ക് ഇത് മെറൂൺ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റും. ഇതിനകത്തൊരു ബർഗണ്ടി ഷെയ്ഡ് എന്ന് വേണേ പറയാം അല്ലേടാ. ബർഗണ്ടി ഷെയ്ഡ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കളറാണ്. മിസ്സാക്കരുത്. വൈറ്റ് വീണ ഉണ്ടാവുമ്പോൾ പറഞ്ഞത് വൈറ്റ് ഇട്ട് ഇടായിരുന്നു. ഞാൻ പറഞ്ഞ വൈറ്റ് ഓൾറെഡി എല്ലാവർക്കും ഇഷ്ടമാണ്. ബ്ലാക്ക് ഇട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്ലാക്ക് അല്ലേ കുറച്ചുകൂടെ. നിനക്ക് എന്താ തോന്നുന്നത്, ബ്ലാക്ക് ആണ് വൈറ്റ് ആണ്? എനിക്കിപ്പോ ഏതാന്ന് വെച്ചാൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കും. പറ്റുവാണെങ്കിൽ വൈറ്റ് ഇടാം നോക്കാം നമുക്ക്. അപ്പൊ നമുക്കിനി അടുത്ത കളർ കാണാം. പൊക്കി കാണിച്ച് മോളെ കണ്ടോ കണ്ടോ, ഇങ്ങനെയാണ് മോഡല്. ഇനി നമുക്ക് അടുത്ത കളർ കാണി. ഇതിനൊരു പാറ്റേൺ ചേഞ്ച് ഉണ്ട്. നമുക്ക് മനസ്സിലായി എന്താണ്? അതെ അതെ, എന്താണ് ആദ്യം വിചാരിച്ചത് ഇതിന് എത്ര ഹൈറ്റ് വന്നത്, ഇനി എനിക്ക് ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഇത് കുറവാണോ എന്നൊരു കൺഫ്യൂഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇത്തവണ ഞാൻ ചോദിച്ചു, ഇതിന് നല്ല ലെങ്ത് വന്നിട്ടുണ്ട്. ജാക്കറ്റിന് കുറച്ച് നല്ല ലെങ്ത് കൊടുത്തിട്ട് ഇന്നറിനകത്ത് ഒന്നും ചെയ്തില്ല, പ്രിന്റിങ്സ് ഒന്നും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ പറയുക, നമുക്ക് ബ്ലാക്ക് നമ്മുടെ ഉള്ള വേറെ ഏതെങ്കിലും ഒക്കെ ഇന്നർ വരത്തില്ലേ, ഹൈനെക്ക് ഇങ്ങനെ വരുന്ന ഒരു ഇന്നറൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നതാണ്. ഈ ഇന്നർ നമുക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം വെയർ ചെയ്താലും ഭയങ്കര ലുക്ക്. അപ്പൊ മാറി തിരിഞ്ഞ് ചുമ്മാ ഈ ജാക്കറ്റ് സെപ്പറേറ്റ് ഏതെങ്കിലും കൂടെ ഒക്കെ ഇടാം, അങ്ങനെയും നിങ്ങൾക്ക് വെയർ ചെയ്യാം. അപ്പൊ ലാസ്റ്റ് ആണ് 3 പാറ്റേണിലാണെന്ന് തോന്നുന്നു നമ്മൾ കാണിച്ചു. മൂന്ന് പാറ്റേൺ രീതി നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചൂസ് ചെയ്തോ. എല്ലാം അടിപൊളിയാട്ടോ. അപ്പം എന്റെ കൂടെ ഞാൻ മാത്രമല്ല വീണയും കൂടെ ആണെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ധൈര്യപൂർവ്വം പർച്ചേസ് ചെയ്തോ. 1080 പ്രൈസ് ഉള്ളൂ. 1080. അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോൾ ബൈ.